Good morning, students. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ കോംപ്ലിമെൻ്ററിയിൽ ഓർഗാനിക് റിയാക്ഷൻസും അതിൻ്റെ മെക്കാനിസവും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞ സെമ്മിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുതിയ സെമിസ്റ്ററിലേക്ക് കടക്കുകയാണ്. 4th സെമിസ്റ്റർ BSc കോംപ്ലിമെൻ്ററിക്ക് പേപ്പറിൻ്റെ പേര് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ്. ആ പേപ്പറിലെ മോഡ്യൂൾ 5 പോളിമർ, മോഡ്യൂൾ 6 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് മോഡ്യൂൾ 7 കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് ആണ് ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് മോഡ്യൂൾ 5 പറയുന്ന പോളിമർ കുറച്ച് ഇൻട്രൊഡക്ഷനും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ സിലബസ് മോഡ്യൂൾ 5 സംബന്ധിച്ചുള്ള സിലബസ് ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, അതിൽ തന്നെ നിങ്ങൾക്കറിയാം അഡീഷൻ, കണ്ടൻസേഷൻ ഉണ്ട്, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് പോളിമേഴ്സ് അതായത് റബ്ബർ, സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്ന നൈലോൺ 66, നൈലോൺ 6 ഡാക്രോൺ, തെർമോപ്ലാസ്റ്റിക്സിൽ വരുന്ന കുറച്ച് പോളിമേഴ്സും, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിനകത്ത് വരുന്ന ബേക്ക്ലൈറ്റ്, മെൽമാറ്റ്, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2-3 പോളിമർ കെവ്ലാർ, നോമെക്സ്, ലെക്സാൻ. ഈ 3 പോളിമറിന്റെ യൂസസ് മാത്രം. പിന്നീട് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൽ പോളിഗ്ലൈക്കോളിക് ആസിഡ്, പോളിലാക്റ്റിക് ആസിഡ്, പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈൽ വലറേറ്റ്, PHBV ആയിട്ടുള്ള 3 ബയോഡിഗ്രേഡബിൾ പോളിമറും അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ ഈ മോഡ്യൂളിൽ പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അധികം പഠിക്കാനൊന്നുമില്ല. +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ പോർഷൻസ് തന്നെയാണ്, കുറച്ചും കൂടെ കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള 2 ടെക്സ്റ്റ് ആണ്, ഗവാരിക്കറിന്റെ പോളിമർ കെമിസ്ട്രിയും ബിൽമെയറിന്റെ അഡ്വാൻസ്ഡ് ഒരു ടെക്സ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം പോളിമർ എന്താണ് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇപ്പം പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രീക്ക് വേർഡ് എന്നാണ് പോളിമർ. പോളി മീൻസ് മെനി, മർ മീൻസ് യൂണിറ്റ്. അപ്പം മെനി യൂണിറ്റ്സ് കമ്പൈൻഡ് ടുഗെദർ ടു ഫോം എ പോളിമർ. അപ്പം കുറേ ചെറിയ ചെറിയ യൂണിറ്റ് ചേർന്ന് വലിയൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നതിനെയാണ് പോളിമർ. നമ്മൾ ചുടുകട്ട ചേർത്ത് വെച്ച് വലിയൊരു കെട്ടിടം പണിയില്ലേ, അതേപോലെ അതിൽ ഓരോ ചുടുകട്ടയാണ് ഇതിലെ മോണോമർ അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോണോ മീൻസ് സിംഗിൾ ആണ്, മർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്നാണ്. ഒരു സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. കുറെ മോണോമർ ചേർന്നാൽ എന്താവും? മെനി യൂണിറ്റ്സ് ആവും അല്ലെ? മെനി യൂണിറ്റ്സ്, സിംഗിൾ യൂണിറ്റ്സ് കുറെ ചേർന്നാൽ മെനി യൂണിറ്റ്സ് ആവും, അതായത് അതൊരു പോളിമറിലേക്ക് മാറും. അപ്പൊ എന്താണ് പോളിമറിന്റെ വ്യത്യാസം? പോളിമറിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല്, സാധാരണ നിങ്ങൾ പഠിക്കുന്ന മോണോമർ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ്, HCl, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, ഇവിടെയൊക്കെ മോളിക്കുലാർ മാസ്, ഒരു മോളിക്യൂൾ ആ സബ്സ്റ്റൻസിന്റെ മാസ് എടുത്താൽ അത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് 100 U എന്ന് പറഞ്ഞാൽ അറിയാലോ, അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസിന്റെ യൂണിറ്റിന്റെ പേരാണ് യൂണിഫൈഡ് മാസ്. യു എന്നാണ്, സ്മോൾ യു ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിന്റെയൊക്കെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ കാൽഷ്യം കാർബണേറ്റിന് 100 U ആണ് വെയിറ്റ് വരുന്നത്, സൾഫ്യൂരിക് ആസിഡിന് 98 U, HCl 36.5 U. അപ്പൊ എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ട, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 40 U, എല്ലാവരും 100-ന് താഴെയാണ്. മാക്സിമം പോട്ട് ഒരു 200-300-നകത്ത് അതിന്റെ മോളിക്കുലാർ മാസ് വരുള്ളൂ. പക്ഷേ പോളിമറിനെ സംബന്ധിച്ച് അതിന്റെ മോളിക്കുലാർ മാസ് വളരെ കൂടുതലാണ്.
ഓക്കെ, ഇവിടെ ഇൻറ്റു 10⁻³ എന്നും കൂടെ ഉണ്ട് കേട്ടോ. 1.03 into 10⁻³ to 1.07 into 10⁻³. അതായത് 1030 അതിൽ കൂടുതലോ വരും കേട്ടോ. അപ്പം വളരെ ഹൈ മോളിക്കുലാർ മാസ് ഉള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. അതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും മാക്രോമോളിക്യൂൾസ്. മാക്രോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ജയന്റ് മോളിക്യൂൾ എന്നാണ് അർത്ഥം. കാരണം എന്താണ് ഇത് ജയന്റ് ആവാൻ? കാരണം കുറെ സിമ്പിൾ ആയിട്ടുള്ള സിംഗിൾ യൂണിറ്റ്സ് ചേർന്നാണ് വലിയൊരു മാക്രോമോളിക്യൂളിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോളിമറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അതിൽ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്, മോളിക്കുലാർ മാസ് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല മോണോമേഴ്സ് ഒരു സ്പെസിഫിക് പാറ്റേണിലാണ് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇത് മോണോമറിൽ 2 വൈറ്റ് ഡോട്ടും ഒരു ബ്ലാക്ക് ഡോട്ടും ചേർന്നാണ് മോണോമർ. ഈ ഇതിൽ കണ്ടോ, 2 വൈറ്റ് ബ്ലാക്ക്, 2 വൈറ്റ് ബ്ലാക്ക്, 2 വൈറ്റ് ബ്ലാക്ക്. അതായത് ഇത് ഓർഗനൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് റിപ്പീറ്റിംഗ് ആണ്. മോണോമർ ഇവിടെ കറുപ്പും വീണ്ടും ഇവിടെ കറുപ്പും 2 വൈറ്റും അല്ല വന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണോ അത് തന്നെയാണ് മോളിക്യൂളിന്റെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റുക. അപ്പം സെൽഫ് ഓർഗനൈസ്ഡ് റിപ്പീറ്റിംഗ് ഓഫ് മോണോമർ യൂണിറ്റ്സ് വിൽ ഗിവ് യു ദി പോളിമർ. ഓക്കെ, ഇനി ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ അയോണിക് ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ഒന്നുമല്ല. സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് മോണോമേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു മോണോമർ യൂണിറ്റ്. ഇത് തൊട്ട് ഈ ബ്ലാക്ക് വരെ അടുത്ത മോണോമർ യൂണിറ്റ്, ഈ വൈറ്റ് തൊട്ട് ഈ ബ്ലാക്ക് വരെ അടുത്ത മോണോമർ യൂണിറ്റ്. അപ്പൊ ഈ മോണോമർ യൂണിറ്റ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് കോവാലന്റ് ബോണ്ടിങ് വഴിയാണ്. നിങ്ങൾക്കറിയാം കാർബണിന്റെ പ്രോപ്പർട്ടിയാണത്, കാറ്റിനേഷനും ടെട്രാവാലൻസിയും അല്ലെ. അതുകൊണ്ട് കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ബോണ്ട് ചെയ്ത് വലിയ മാക്രോ മോളിക്യൂൾസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് തന്നെ പോളിമേഴ്സ് കാർബൺ ബോണ്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കോവാലന്റ് ബോണ്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിമറൈസേഷൻ എന്നാണ്. അതായത് ഒരു മോണോമറിൽ നിന്ന് ഒരു പോളിമർ ഉണ്ടാക്കി എടുക്കുന്ന പ്രോസസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ മീൻസ് കൺവേർഷൻ ഓഫ് എ മോണോമർ ടു പോളിമർ. അതിന് ചെറിയ റിയാക്ഷൻ കണ്ടീഷൻസ് ഉണ്ടാവും. റിയാക്ഷൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന കാറ്റലിസ്റ്റ് ഉണ്ടാകും. അങ്ങനെ പല ഫാക്ടറും കൂടെ ചേർന്നിട്ടാണ് ഒരു മോണോമർ പോളിമറിലേക്ക് മാറുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനില്ല എങ്കിലും, ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കാനില്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോളിമറിനെ നമുക്ക് സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ ആണ് ഈ പോളിമറിനെ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നേച്ചറിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് നാച്ചുറൽ പോളിമർ. ഉദാഹരണം നിങ്ങൾക്കറിയാം, കഞ്ഞിവെള്ളത്തിലുള്ള സ്റ്റാർച്ച്, തടിയിലുള്ള കാമ്പ് എന്ന് പറയുന്ന സെല്ലുലോസ്, നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള നെയിൽസ്, ഹെയർ, പിന്നെ ബോഡി ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻസ്, ഇൻസുലിൻ, അങ്ങനെയുള്ള സെക്രീഷൻസിൽ വരുന്ന പ്രോട്ടീൻസ്, ഇതെല്ലാം നേച്ചറിൽ നിന്ന് കിട്ടുന്ന പോളിമറാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നാച്ചുറൽ പോളിമർ. ഇപ്പൊ എന്തായാലും നമുക്ക് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലാബിൽ നിന്ന് നമുക്ക് പോളിമറിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് നൈലോൺ 66, ബ്യൂണായസ് റബ്ബർ. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ഇനി അങ്ങോട്ട് പോകും തോറും പഠിക്കും. ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു ടൈപ്പ് പോളിമർ ഉണ്ട്. അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന പോളിമറിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും, മാൻമെയ്ഡ് ആയിട്ട് മോഡിഫൈ ചെയ്യും. ഇപ്പൊ രണ്ടും കൂടെ ചേർന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെമി സിന്തറ്റിക്. അത് കംപ്ലീറ്റ്ലി സിന്തസൈസ് ചെയ്തെടുത്തതല്ല. നേച്ചറിൽ നിന്ന് കിട്ടിയ പോളിമറിനെ ഒരു സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ റിയാക്ട് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കും. നമ്മുടെ ആവശ്യാനുസരണം മോഡിഫൈ ചെയ്തെടുക്കും. ഉദാഹരണം സെല്ലുലോസ് നൈട്രേറ്റ്. സെല്ലുലോസ് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടും. അതിലൊരു നൈട്രേറ്റ് ഗ്രൂപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് സെല്ലുലോസ് നൈട്രേറ്റ്. അപ്പൊ അങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന പോളിമറിനെ വിളിക്കുന്ന പേരാണ്. നാച്ചുറലിനെയും സിന്തറ്റിക്കിനും ഇടയിൽ നിൽക്കുന്ന പോളിമറിനെ വിളിക്കുന്ന പേര് സെമി സിന്തറ്റിക് പോളിമർ. ഉദാഹരണം ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് വിളിക്കുന്ന റയോൺ, സെല്ലുലോസ് നൈട്രേറ്റ്, ഗൺ പൗഡറിൽ ഉപയോഗിക്കുന്ന സെല്ലുലോസ് നൈട്രേറ്റ് ഒക്കെ. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം പോളിമർ എന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻസ് ആയിട്ട് നിൽക്കാം.
അപ്പൊ ഈ ലോങ് ചെയിൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ അതിനെ ലീനിയർ പോളിമർ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ് PVC, ഇതെല്ലാം ലീനിയർ പോളിമർ ആണ്. ഇനി വേറൊരു ടൈപ്പ് പോളിമർ ഉണ്ട്, ബ്രാഞ്ച്ഡ് പോളിമർ. ബ്രാഞ്ച്ഡ് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയിൻസ് ഉണ്ട്, ലീനിയർ ചെയിൻസ് ഉണ്ട്, ഇവർ തമ്മിൽ ഒരു ബ്രാഞ്ച് അറൈസ് ചെയ്യും. അതായത് ഈ ചെയിനിൽ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ആൽക്കൈൽ ചെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഈ ചെയിനിൽ നിന്ന് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു ചെയിൻ, ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു ചെയിൻ. അപ്പൊ ഇത് ബ്രാഞ്ചസ് പോലെ, ഒരു മരത്തിലുള്ള ശിഖരങ്ങൾ പോലെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്രാഞ്ച്ഡ് പോളിമർ എന്നാണ് വിളിക്കുക. ഇതിൽ ശ്രദ്ധിക്കുക, ഒരു ബ്രാഞ്ച് അറൈസ് ചെയ്ത് മറ്റേ ചെയിനിൽ ചെന്ന് നിൽക്കുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ബ്രാഞ്ച്ഡ് പോളിമർ. എക്സാമ്പിൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ഇത് ബ്രാഞ്ചിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ചെയിനിൽ നിന്ന് ബ്രാഞ്ച് അറൈസ് ചെയ്തു, മറ്റേ ചെയിനിലേക്ക് കണക്ഷൻ വരുന്നില്ല. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് ആണ്. പക്ഷെ ക്രോസ് ലിങ്ക്ഡിൽ അങ്ങനെയല്ല, ഒരു ചെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് മറ്റേ ചെയിനിലേക്ക് കണക്ഷൻ വരും. അപ്പൊ ഇത് ഭയങ്കര മെക്കാനിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോളിമറിലേക്ക് മാറും. ദാറ്റ് ഈസ് കോൾഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമർ എന്ന് പറയും. ഉദാഹരണം ബേക്കലൈറ്റും മെലാമിനും. ഓക്കെ, ഇനി ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ തെർമൽ ബിഹേവിയർ. എങ്ങനെയാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാകുന്നത്? ബേസ്ഡ് ഓൺ ഫോഴ്സസ് ഓഫ് ഇന്ററാക്ഷനിൽ ഫൈബർ, ഇലാസ്റ്റോമർ, തെർമോസെറ്റിംഗ്, തെർമോപ്ലാസ്റ്റിക് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ തെർമൽ ബിഹേവിയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കേണ്ടത്. അതിനെ നമ്മൾ തെർമോസെറ്റിംഗ് എന്നും തെർമോപ്ലാസ്റ്റിക് എന്നും വിളിക്കും. മനസ്സിലായോ? തെർമോസെറ്റിംഗ് എന്നും തെർമോപ്ലാസ്റ്റിക് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. രണ്ട് ക്ലാസ് ആണുള്ളത്, തെർമോസെറ്റിംഗും തെർമോപ്ലാസ്റ്റിക്കും. എന്തായിരിക്കും തെർമോസെറ്റിംഗ് പോളിമർ? പേര് തന്നെയുണ്ട്, തെർമോ മീൻസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോളിമറിനെയാണ് തെർമോസെറ്റിംഗ് പോളിമർ എന്ന് പറയാം. അപ്പം ഈ തെർമോപ്ലാസ്റ്റിക് ടെമ്പറേച്ചർ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെയല്ല അർത്ഥം. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ കൊടുത്ത് പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിമർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ലാബിൽ തെർമോസെറ്റിംഗ് പോളിമർ ഉദാഹരണമായിട്ടുള്ള ബേക്കലൈറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ബേക്കലൈറ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അതാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ആ പോളിമർ കിട്ടി, അതിന് നിങ്ങൾ ടെമ്പറേച്ചർ കൊടുത്തു. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ പോളിമറിന്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ അത് കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ആവും. മെൽറ്റ് ചെയ്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹം നിങ്ങൾക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു അച്ച്, ബക്കറ്റിന്റെ ഒരു അച്ച് എടുക്കുന്നു, അതിലേക്ക് ഈ പോളിമറിനെ ഉരുക്കി ഒഴിക്കുന്നു. ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ബക്കറ്റ് ഷേപ്പിലേക്ക് മാറും. ഇനിയാണ് വ്യത്യാസം വരാൻ പോകുന്നത്. തെർമോസെറ്റിംഗ് പോളിമർ ആണെങ്കിൽ ഇറ്റ് ഈസ് പെർമനന്റ്ലി സെറ്റഡ് ടു ബക്കറ്റ് ഷേപ്പ്. അത് പെർമനന്റ് ആയിട്ട് ആ ഷേപ്പിലേക്ക് മാറും. ഓക്കെ, പിന്നീട് നിങ്ങൾ ആഗ്രഹം വരാണ്, അയ്യോ ബക്കറ്റ് എല്ലാം ഉണ്ടാക്കുന്ന മഗ്ഗായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പോളിമറിനെ എടുത്ത് വീണ്ടും ചൂടാക്കി മഗ്ഗിന്റെ അച്ചിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അതാണ് തെർമോസെറ്റിംഗ് പോളിമറിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് പെർമനന്റ്ലി സെറ്റഡ് ടു സ്പെസിഫിക് ഷേപ്പ്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ മെൽറ്റ് ചെയ്യുന്ന പറഞ്ഞല്ലോ, മെൽറ്റ് ചെയ്ത് സെറ്റ് ആകുന്ന ആ സമയത്തില് ഈ പോളിമറിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രോസ് ലിങ്ക് എന്താണ്? രണ്ട് ചെയിൻസ് തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ലിങ്ക്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു, അത് മെൽറ്റായി. ആ മെൽറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കൂൾ ചെയ്തിട്ടാണ് അച്ചിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കൂൾ ചെയ്യാനാണ് വെക്കുന്നത്. അപ്പൊ ബക്കറ്റിന്റെ അച്ചിലേക്ക് ഒഴിച്ചു, എന്നിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ്, കൂൾ ചെയ്ത് വരാനായിട്ട് അനുവദിക്കുകയാണ്. ആ സമയത്ത് ആ പോളിമറിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ക്രോസ് ലിങ്ക്, അതായത് ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും. ആ പുതുതായിട്ടുണ്ടായ ക്രോസ് ലിങ്കിനെ നിങ്ങൾ ടെമ്പറേച്ചർ ഉപയോഗിച്ച് പൊട്ടിക്കാൻ സാധിക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ ക്രോസ് ലിങ്ക്സ്. മനസ്സിലായോ?
അത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് പോളിമറിന്റെ മൊത്തം ഏരിയയിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ക്രോസ് ലിങ്ക് ഉണ്ടാകും. അത് പിന്നീട് നിങ്ങൾക്ക് റീമോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ഇതിന് ഉദാഹരണം ആരൊക്കെയാണ്? ബേക്കലൈറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ്, റെസിൻസ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പൊ തെർമോപ്ലാസ്റ്റിക് എന്താണ്? തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പോളിത്തീൻ എന്ന് പറയുന്ന ഒരു തെർമോപ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ പോളിത്തീൻ കവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ അത് കവറിന്റെ ഷേപ്പ് മാറ്റി ഈ പറഞ്ഞ പോലെ ഒരു ടോയുടെ ഷേപ്പിലേക്ക് മാറ്റാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ അതിനെ ചൂടാക്കുന്നു, ചൂടാക്കുമ്പോൾ മെൽറ്റ് ആകുന്നു, മെൽറ്റ് ആയിട്ട് നിങ്ങൾ ആ അച്ചിലേക്ക് ഒഴിക്കുന്നു, ടോയുടെ അച്ചിലേക്ക് ഒഴിക്കുന്നു. കളിപ്പാട്ടത്തിന്റെ അച്ചിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇയാൾ ആ ഷേപ്പ് അസ്യൂം ചെയ്യും, ആ ഷേപ്പ് എടുക്കും. എന്നിട്ട് അത് കൂൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെയും ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും, ബട്ട് ദേ ആർ റിവേഴ്സിബിൾ. ഓക്കെ, റിവേഴ്സിബിൾ ക്രോസ് ലിങ്ക്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ടോയ് ഉണ്ടാക്കി, പക്ഷെ ടോയ് കാറിന്റെ ഷേപ്പാണ് ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ജീപ്പാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കാറിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത പോളിമറിനെ വീണ്ടും ചൂടാക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റിവേഴ്സിബിൾ ക്രോസ് ലിങ്ക് ആണ് ഉണ്ടാക്കുന്നത്, അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വീണ്ടും ചൂടാക്കും, വീണ്ടും ചൂടാക്കുമ്പോൾ എന്താ വെച്ചാൽ ക്രോസ് ലിങ്ക്സ് എല്ലാം പൊട്ടും. പിന്നെ വീണ്ടും അത് മെൽറ്റ് ചെയ്യും, മെൽറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ്, ജീപ്പിന്റെ ഷേപ്പാണ്, ജീപ്പിന്റെ ഷേപ്പിലേക്ക് മാറ്റാം. അതാണ് തെർമോ പ്ലാസ്റ്റിക് പോളിമർ. തെർമോസെറ്റിങ്ങും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി റീമോൾഡഡ് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ സാധിക്കാത്ത പോളിമറാണ് തെർമോസെറ്റിംഗ് പോളിമർ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഇറിവേഴ്സിബിൾ ക്രോസ് ലിങ്ക്സ്. ഓക്കെ, എക്സ്റ്റെൻസീവ് ഇറിവേഴ്സിബിൾ ക്രോസ് ലിങ്ക്സ് മോൾഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റീമോൾഡഡ് അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോളിമർ. ഉദാഹരണം തെർമോസെറ്റിങ്ങിന് ഉദാഹരണം ബേക്കലൈറ്റ്, അതൊരു ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനാണ് ബേക്കലൈറ്റ്. ഇല്ലെങ്കിൽ യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ, മെൽമാക്ക്, ഇതെല്ലാം തെർമോസെറ്റിംഗ് പോളിമറിന് എക്സാമ്പിൾസ് ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ കോമൺലി യൂസ് ചെയ്യുന്ന പോളിത്തീൻ, പോളിസ്റ്റൈറിൻ, PVC, പോളിവിനൈലിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോളിമേഴ്സും. അപ്പൊ അതിൽ വരുന്നതാണ് പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ അതും പറഞ്ഞ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത് ഇതും ഈ തൊട്ട് മുൻപേ പറഞ്ഞ ഈ സ്ലൈഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഈ ക്ലാസിഫിക്കേഷനും പഠിക്കാനുണ്ട്. ഓക്കെ, പോളിമർ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർഷൻ ഓഫ് മോണോമർ ടു പോളിമർ. അപ്പൊ ഈ മോഡ് ഓഫ് പോളിമർ എങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്, അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ റിയാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ സെമ്മില് ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻ നിങ്ങൾ അഡീഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് മാറുന്നു. ഓക്കെ, അതിന് അഡീഷൻ ആണ്. നമ്മൾ അഡീഷൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ഹാലജനോ വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു റിയേജന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലെ? ആ ഒരു റിയാക്ഷൻ ഫോളോ ചെയ്താൽ അതിനെ അഡീഷൻ എന്നാണ് വിളിക്കുക. ആ റിയാക്ഷൻ വഴിയാണ് പോളിമർ ഉണ്ടാവുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അഡീഷൻ പോളിമറൈസേഷൻ. ഓക്കെ, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പോളിത്തീൻ, അതൊരു ഉദാഹരണമാണ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ടെട്രാ ഫ്ലൂറോ ഇഥൈലിൻ, അതാണ് ടെഫ്ലോൺ. ഇത് രണ്ടും ഞാൻ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് പഠിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. പോളിത്തീൻ ആണെങ്കിൽ ഈ റിയാക്ഷൻ തന്നെ എഴുതിയാൽ മതി. ഇതിൽ ഫ്ലൂറിൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ. ഇതിൽ ഫ്ലൂറിൻ ആണല്ലോ എഴുതിയിരിക്കുന്നത്. പോളിത്തീൻ ആണ് നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ ഈഥീൻ അത് എഴുതുക. ഈഥീൻ എന്താണ്? ഈ എത്തോ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, ഈൻ എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ട് വരും അല്ലെ? അപ്പൊ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 n ടൈംസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എടുക്കുകയാണ്. അതിന് നമ്മൾ കാറ്റലിസ്റ്റും കറക്റ്റ് പ്രഷറും കൊടുത്താൽ, വെരി ഹൈ പ്രഷറും കൊടുത്താൽ ഇയാൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആവും, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആവും. അപ്പൊ ആ ഡബിൾ ബോണ്ട് ഇരുന്നിടത്ത് ഇപ്പൊ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. മാത്രമല്ല ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് പോയിട്ടുമുണ്ട്. സൂം ചെയ്ത് കാണിക്കാം. CF2 സിംഗിൾ ബോണ്ട്
CF2. ഓക്കെ, ഇങ്ങനെയാണ് ആ പോളിമർ ഉണ്ടാവുക. അപ്പം ഈ റിയാക്ഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ പറ്റും. ഇവിടെ ഫ്ലൂറിൻ, ഹൈഡ്രജൻ മാറി ഫ്ലൂറിൻ ഇട്ടാല് ടെഫ്ലോൺ ആവും, ഹൈഡ്രജൻ ഇട്ടാല് പോളിത്തീൻ ആവും. അഡീഷൻ റിയാക്ഷനിൽ നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ ഇപ്പൊ എന്താണ്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മോണോമർ യൂണിറ്റ് കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ അയാൾ പോളിമർ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇതില് ബൈ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞാല് മോർ ദാൻ വൺ മോണോമർ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. ഇതിലിപ്പോ ഒറ്റ മോണോമർ അല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ n ടൈംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ യൂണിറ്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരും. എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്ത് വരും? എത്ര n ഉണ്ടോ അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് വരും. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് n-1 റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് കാണിക്കും. കാരണം നമ്മൾ 100 എടുത്താൽ 99 റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും. ആ അർത്ഥത്തില് നിങ്ങൾ സാധാരണ n എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. നമ്മൾ എത്ര n മോളിക്യൂൾ എടുത്തോ അത്രയും തന്നെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആ പോളിമറിൽ ഉണ്ടാവും. ഇതിൽ n തന്നെ എഴുതിക്കോളാൻ പറഞ്ഞതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം നമ്മൾ റിയാക്ഷന്റെ ഈൽഡ് ഇപ്പൊ 100 മോളിക്യൂൾ എടുത്താൽ 80 മോളിക്യൂളെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുള്ളൂ. 100 മോളിക്യൂളും റിയാക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈൽഡ് കുറവായാലും മതിയല്ലോ. അപ്പോഴും ഈ എന്നിന്റെ നമ്പർ വേരി ചെയ്യാം. അതുകൊണ്ട് ജനറലി നമ്മൾ n എന്ന് തന്നെയാണ് എഴുതുക. n മോളിക്യൂൾ എടുത്താൽ n റിപ്പീറ്റിംഗ് യൂണിറ്റ് കിട്ടും. അപ്പൊ അത്രയും റിപ്പീറ്റിംഗ് യൂണിറ്റ്. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്നത് ബോണ്ടിനെ കട്ട് ചെയ്തുകൊണ്ടാണ് എഴുതുക. കണ്ടോ, ഇവിടെയും കട്ട് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. അത് കാണിക്കുന്നത് ഈ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നാണ്. എല്ലാ പോളിമറിലും അങ്ങനെ തന്നെയാണ്, ഈ പോളിമറിലും അങ്ങനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞാല് മോർ ദാൻ വൺ മോണോമർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് റിയാക്ട് ചെയ്യും. ഇവിടെ ഒറ്റ മോണോമർ ആണ് പോളിമർ എന്നത്, ഇവിടെ 2 മോണോമേഴ്സ് ആണ് റിയാക്ട് ചെയ്ത് പോളിമർ തരിക. ഓക്കെ, ഒരു പോളിമർ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാക്രോൺ, ടെറിലിൻ അല്ലെങ്കിൽ ഡാക്രോൺ എന്ന് വിളിക്കുന്ന പോളിമർ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എഥിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ ഈഥെയിൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം. നോക്കൂ, 2 കാർബൺ ആറ്റം, CH2 1,2 ഡയോൾ. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും ആണെങ്കിൽ രണ്ടിടത്തും ഓള് വരാം. എത്ര ഓള്? ഡയോള്, 2 ഓള്. അപ്പൊ CH2 രണ്ടിടത്തും OH. എഥിലിൻ ഗ്ലൈക്കോൾ ആയല്ലോ. ടെറിഫ്താലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലും COOH വരുന്നതിനെയാണ് ടെറിഫ്താലിക് ആസിഡ് എന്ന് പറയുന്നത്. ബെൻസീൻ റിങ്ങിന്റെ ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലും COOH ഇരിക്കുന്നു. അതിനെ നമ്മൾ ടെറിഫ്താലിക് ആസിഡ് എന്ന് പറയുന്നു. ഇനി ഇതിൽ റിയാക്ഷൻ നടക്കുന്നത് കണ്ടൻസേഷൻ പോളിമറിന്റെ പ്രത്യേകത ബൈ എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾ അല്ലെ. അതായത് ഇതിൽ മോളിക്കുലർ മാസ് കുറഞ്ഞ വാട്ടറോ അമോണിയയോ HCl-ഓ ഇങ്ങനെയുള്ള ചെറിയ മോളിക്യൂൾസ് ഏതെങ്കിലും ഇതിൽ നിന്ന് എലിമിനേറ്റഡ് ആയി പോകും. അങ്ങനെയാണ് കണ്ടൻസേഷൻ പോളിമർ ഉണ്ടാകുക. അപ്പൊ കണ്ടൻസേഷൻ പോളിമർ എങ്ങനെ ഡിഫൈൻ ചെയ്യും? They are polymers formed from different type of monomers by the elimination of simple molecules like വാട്ടറോ അമോണിയയോ HCl-ഓ പോലുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡോ അങ്ങനെ സിമ്പിൾ മോളിക്യൂൾസ് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്ത് പോയി കിട്ടുന്ന പോളിമർ. അപ്പൊ ഇതിന് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക? ഇവിടെ നിന്ന് ഒരു OH-ഉം ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ പോകും. അപ്പൊ എന്തുണ്ടാവും? ഈ CH2 നമുക്ക് തുടങ്ങാം. ഈ CH2 പിന്നെ ഇവിടെ CO ആണല്ലോ, CO ബെൻസീൻ റിങ് CO. ഇവിടുത്തെ ഹൈഡ്രജനും ഇപ്പുറത്ത് വീണ്ടും ഇതേപോലത്തെ ഒരു മോളിക്യൂൾ വരുമല്ലോ. ഇവിടത്തെ ഒരു ഹൈഡ്രജനും അവിടെ നിന്ന് ഒരു OH-ഉം കൂടെ വീണ്ടും എലിമിനേറ്റ് ആയി പോകും. ഇവിടുന്ന് OCH2 ആണ് വരിക. ഇവിടുത്തെ ഹൈഡ്രജൻ പോയി, അതാണ് ഇവിടെ OCH2 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു മോളിക്യൂൾ ഇപ്പുറത്തും വരും, അവിടുത്തെ OH-ഉം ഇവിടുത്തെ ഹൈഡ്രജനും കൂടെ H2 ആയിട്ട് പോകും. അപ്പൊ ബാക്കിന് എന്താണുള്ളത്? OH CH2O ആണ് എഴുതിക്കണം. CH2. ഇനി ഈ OH-ഉം ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ആയി പോയി. ഇവിടുത്തെ OH-ഉം H-ഉം കൂടെ എലിമിനേറ്റ് ആയി പോയി. ബാക്കിയുള്ളത് CH2CO ബെൻസീൻ റിങ് CO. ഇവിടുത്തെ OH-ഉം അടുത്ത ഹൈഡ്രജനും വീണ്ടും എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ -H2 ആണ്
എലിമിനേറ്റ് ആയി പോകുന്നത്. മനസ്സിലായ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമർ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമറിൽ അഡീഷൻ, കണ്ടൻസേഷൻ, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, ഇത്രയും വരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോരോ പോളിമറിനെ തെർമോപ്ലാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് പോളിമർ, സിന്തറ്റിക് റബ്ബറിൽ വരുന്ന പോളിമർ, സിന്തറ്റിക് ഫൈബറിൽ വരുന്ന കുറച്ച് പോളിമർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സെമ്മിലെ പോലെ എന്തെങ്കിലും സംശയങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി, വാട്സാപ്പിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഇതിന് മഞ്ജുഷയുടെ ടെക്സ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വായിച്ചോളുക. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.